ഹായ് വ്യൂവേഴ്സ്, രേവതി സച്ചിയുടെയും ചെമ്പനീർ പൂവിലെ ഇന്നത്തെ വിശേഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് കടന്നു വരുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതിനാൽ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് നിങ്ങൾ കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചാനൽ വരുന്നതായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിൽ കടക്കാം. അങ്ങനെ നമ്മുടെ രേവതി സൂപ്പിക്കാൻ വേണ്ടി സച്ചി ഒരു ചെറിയ ഗിഫ്റ്റുമൊക്കെ ആയിട്ട് ചന്ദ്രോദയക്കാർ വരുന്നത്. സച്ചിയെ കണ്ടപ്പോൾ തന്നെ മുഖം തിരിഞ്ഞ് തറയൊക്കെ തുടയ്ക്കുന്ന രീതിയിലാണ്. ഒരു വലിയ കണ്ട മനോഭാവം ഇല്ല, വേറെ രീതിയിൽ ഒരു മൈൻഡ് ചെയ്യാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് സച്ചി ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. കുറച്ച് മുമ്പ് തന്നെ ഓട്ടം പോയപ്പോഴത്തേക്ക് അതിൻ്റെ രണ്ടുപേരും കണ്ടുമുട്ടുകയും അപ്പം വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങി വന്നൊരു പാസഞ്ചർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ഭാര്യ ഇതാണോ പേക്കുത്തുകാരി, ഇതാണ് അഹങ്കാരി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഉറഞ്ഞു തുള്ളി നിൽക്കുന്നതാണ് നമ്മുടെ രേവതി. ഇപ്പം ആ ഉറഞ്ഞു തുള്ളിലൊന്ന് സമാധാനിപ്പിക്കാനാണ് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മുടെ സച്ചി കടന്നു വരുന്നുണ്ട്. രേവതിക്കുട്ടി എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് വരുമ്പോഴത്തേക്ക് പറയും, എന്ത് വിശേഷം, നിങ്ങൾ പാസഞ്ചറെ കാണുമ്പോൾ നമ്മളെ ഇല്ലാതാക്കും, നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ ഭയങ്കര സൂപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിങ്ങളുടെ മനോഭാവം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അത് നമുക്കൊരു ഓട്ടം കിട്ടാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. നിങ്ങൾ അപ്പോൾ ഓട്ടം കിട്ടാൻ വേണ്ടി സ്വന്തം ഭാര്യനെ പേക്കൂത്തുകാരിയെന്നും അഹങ്കാരിയെന്നും ഒക്കെ നിങ്ങൾ പറയുമെന്ന് ചോദിച്ചു. അത് ഓട്ടം കിട്ടും, അതങ്ങനെ ചെറിയ രീതിയിൽ ജോലിയായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കസ്റ്റമറിൽ നിന്ന് ഓട്ടവും കിട്ടും, അതുപോലെ ക്യാഷും കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പറയാം, ഇപ്പം തന്നെ ഹൽവയും കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഹൽവയോ? ഹൽവ എന്ന് പറയുമ്പോൾ അപ്പം ഹൽവ നിനക്ക് കഴിക്കത്തില്ലേ എന്ന് ചോദിക്കും. പറഞ്ഞത് അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് എൻ്റെ കെട്ടിയവൻ റൗഡിയാണ്, ഭൂതമാണ്, പിശാചാണ്, താന്തോന്നിയാണ് എന്നൊക്കെ പറഞ്ഞ് വരുത്തട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, അത് പറഞ്ഞു സച്ചി പറയും, അങ്ങനെ പറഞ്ഞ് നിനക്ക് 2 മുഴം അല്ലെങ്കിൽ 5 മുഴം പൂ കൂടുതൽ വെട്ടി കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ, അത് നമുക്കും കൂടുതൽ ഗുണം ചെയ്യുന്ന കാര്യമില്ല, നിനക്കും ക്യാഷ് കിട്ടില്ല, അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. ഉടനെ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ കെട്ടിയവനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല മോളെ, ഞാനിത് ക്യാഷ് കിട്ടാനും ഓട്ടം കിട്ടാനും ഒരു കസ്റ്റമറായിട്ടൊരു ജോലിയായിട്ട് സംസാരിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ, അല്ലാതെ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല. ആ സമയത്ത് നീ കേട്ടുപോയി. ഇപ്പം തന്നെ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഹൽവയും കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പം ക്യാഷും കിട്ടും, ഓട്ടവും കിട്ടും, അതിൻ്റെ കൂടെ ഹൽവയും കിട്ടുമെന്ന് പറയും. ഉടനെ പറയും, ഈ തമാശയ്ക്ക് ഞാൻ പിന്നെ ചിരിച്ചാൽ മതി, അല്ല 1 മാസം കഴിഞ്ഞ് ചിരിച്ചാൽ മതിയോ എന്ന് രേവതിക്കുട്ടി എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉടനെ ഇത് സച്ചി പറയുമ്പോൾ ഇപ്പം ഇച്ചിരി നല്ലതായിരുന്നു എന്ന് പറയും. അപ്പോൾ പിന്നെ ഇച്ചിരി ആലോചിച്ച് നിന്നിട്ട് ചെറുതായിട്ട് ചിരിച്ചിട്ട് പറയുക, ഇങ്ങനെ ഒന്നും പറയരുത് എന്ന് പറയും. ഇല്ല മോളെ, ഞാൻ ഇനി മേലെ എന്നെ പേക്കുത്തുകാരി എന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. എന്നെ പേക്കുത്ത് ആട്ടമാടുന്നവളാണെന്ന് പറയുമെന്ന് ചോദിച്ചു. ഇല്ല, ഇനി ആട്ടം എന്ന് പറഞ്ഞൊരു വാക്കേ എൻ്റെ നിഘണ്ടുവിലില്ല, ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല എന്ന് സച്ചി പറയുവാണ്. പിന്നെ രണ്ടുപേരും സമാധാനത്തോടെ നിന്ന്, ഇപ്പം ഞാൻ സമാധാനത്തോടെ കടന്നു വന്നില്ലേ, അപ്പം അതിനനുസരിച്ച് എന്നോട് പെരുമാറണ്ടേ, അപ്പം ഞാൻ ചെയ്ത തെറ്റാണ്, ഇനി ഞാൻ അങ്ങനെ പെരുമാറത്തില്ല, എൻ്റെ ഭാര്യയെക്കുറിച്ച് ആരോടും ആവശ്യമില്ലാത്ത പറയത്തില്ല, എൻ്റെ ഭാര്യ എന്നും നല്ലവളാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽ ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരിക്കുകയാണ്. ഇരുന്ന് പിന്നെ ഭയങ്കര ഒരു റൊമാൻസാണ് നടക്കുന്നത് രണ്ടുപേരും മതി. ഒരരുവ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന നുണയുന്നു. അങ്ങനെ തന്നെ കുറച്ച് നേരം അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു റൊമാൻസ് അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ്. അതാണിപ്പോൾ നമ്മുടെ ചന്ദ്രോദയത്തിൽ കാണുന്ന ഒരു സീൻ. ഇതേ സമയം മറ്റൊരിടത്ത് കാണിക്കുന്ന ചന്ദ്രോദയത്തിൽ തന്നെ മറ്റൊരു സീൻ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കാരണം കഴിഞ്ഞാൽ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടല്ലോ, അതായത് ശ്രുതിയോട് കള്ളം പറഞ്ഞ്, അതായത് മീരയുടെ കൂടെ പോയതാന്ന് ശ്രുതി കള്ളം പറഞ്ഞിട്ട് സ്വന്തം കൊച്ചിനെയും അമ്മേനെയും കാണാൻ പോകുന്നൊരു സീനുണ്ട്. അതിൽ ശ്രുതിയോട് പറയുന്നത്, ഞാൻ മീരയ്ക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് കള്ളമാണ്, അതായത് ആ സമയത്ത് തന്നെ മീരേനെ നമ്മുടെ ശ്രുതി കാണുന്നുണ്ട്. അപ്പോൾ ആ സീനിൻ്റെ ബാലൻസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ശ്രുതി പറയുക, വാതിക്ക് വന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ ശ്രുതി കാണുന്നുണ്ട്. ശ്രുതി കണ്ടിട്ട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പെട്ടെന്ന് കട്ടിലിരുന്നിട്ട് ഒരു മിണ്ടാത്ത ഒരു മൈൻഡ് ചെയ്യാത്ത രീതിക്ക് വന്നിട്ട് പറയും, ശ്രുതി പറയും, ശ്രുതി ഞാൻ ചെയ്ത് തെറ്റാണ്, ഞാൻ കള്ളത്തരം പറഞ്ഞു, അത് വേറൊന്നുമല്ല, ശ്രുതിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോയതാ, ഞാൻ കള്ളത്തരം ചെയ്തിട്ടുണ്ട്, ശരിയാണ്, അതിനെന്നോട് ക്ഷമിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പോയത്, ഞാൻ മീരയുടെ ജോലിക്ക് വേണ്ടി പോയെന്ന് പറയുന്നത് ഒരു ശ്രുതിയുടെ ബിസിനസ്സിന് ഹെൽപ്പാകുന്ന ഒരു സാധനം ചെയ്യാൻ വേണ്ടിയാണ്, കാര്യം ചെയ്യാൻ വേണ്ടി. എന്ത് ഹെൽപ്പ് നിന്നോട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ, പക്ഷേ അതെല്ലാം ഇപ്പം ഞാൻ പല കാര്യങ്ങളിലും മറച്ചു വെച്ച കാര്യങ്ങളെല്ലാം നിന്നോട് ഓപ്പണായിട്ട് പറഞ്ഞ് നിൻ്റെ കൂടെ കൂട്ടുകൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്.
അല്ലാതെ നിൻ്റെ അടുത്ത് ഒരിക്കലും ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. നീ ഇപ്പോൾ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ മറച്ചു വെച്ചിട്ട് നീ ഓരോ കാര്യം കാണിക്കുന്നു. അപ്പം എനിക്കത് വിഷമമുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല സുധി, ഞാൻ ഇനി സുധിയോട് കള്ളം പറയത്തില്ല. ഇനി ഇതാണ്ട് ഇപ്പം ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയതാണ്, ഒരു സ്വാമിയെ കാണാൻ പോയതാണ്. ആ സ്വാമി താണ്ടെ ജപിച്ചു തന്ന രുദ്രാക്ഷമാല കണ്ടോ, ഇത് സുധി ഇടുവാണെമ്പോഴത്തേക്ക് സുധിയുടെ ബിസിനസ് കൂടുതലായിട്ട് വർദ്ധിക്കും എന്ന് പറഞ്ഞു. അപ്പം സുധി ഓരോന്ന് പരീക്ഷിക്കുന്നുണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഷർട്ട് പല രീതിയിലുള്ള കളർ ഷർട്ട് മാറി മാറി ഇടുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ ബിസിനസ്സിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടും ഗുണം ചെയ്യുന്നൊരു സാധനമാണ് ഈ രുദ്രാക്ഷമാല കണ്ടോ, ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സുധിക്ക് കൂടുതലായിട്ട് ബിസിനസ്സിൽ കൂടുതൽ കയറി വരാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെ നിനക്ക് മനസ്സിലാവും? ഇത്ര നാളില്ലായിരുന്നല്ലോ ഞാൻ ഈ ഷർട്ട് മാറി മാറി ഇടുമ്പോഴും നീ എന്നാ പറയുന്നത്? കാരണം നിനക്കതിൽ വിശ്വാസമൊന്നുമില്ല. അതായത് പണ്ടത്തെ ആൾക്കാരൊക്കെയാണ്, അതായത് കാരണവന്മാരൊക്കെയാണ് ഈ വിശ്വാസം വെച്ച് വിടുന്നത്. ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാർ ആരും വിശ്വസിക്കുന്നതിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പം നീ എനിക്ക് നിന്നെ വിശ്വാസം, നിൻ്റെ കള്ളം മറയ്ക്കാൻ വേണ്ടി നീ ചെയ്യുന്നല്ലെന്ന്. ഇല്ല സുധി, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. കാരണം ഞാൻ എങ്ങും പോയിട്ടില്ല, ഞാൻ സുധിയുടെ കൂടെ തന്നെ ഉണ്ട്. സുധിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ചെയ്തതാണ്. അത് എന്നാ സർപ്രൈസ്? ഇതാണ് സർപ്രൈസ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ സുധി പറയേ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചാൽ, ഇപ്പം ഞാൻ ആ സ്വാമിയെ വിളിക്കുക എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ എടുത്ത് ഡയൽ ചെയ്യുവാണ്. അത് മീരയാന്ന് തോന്നുന്നു വിളിക്കുന്നത്, ആരാന്ന് കാണിക്കുന്നില്ല. മീര അതൊന്ന് വിളിച്ചിട്ട്, സ്വാമി, സുധി വിളിക്കുക, സ്വാമി, ഞാൻ സ്വാമിയുടെ അടുത്ത് ഇന്ന് വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ളൊരു മാല ഒന്ന് ജപിച്ച് തരണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ സ്വാമിയിൽ ജപിച്ച് തന്നത് അതെൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഹസ്ബൻഡ് വിശ്വസിക്കുന്നില്ല. ഉടനെ മറുസൈഡിൽ കേൾക്കുന്നതായിട്ടുള്ള പെണ്ണ്, ഇത് എന്താ നീ പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത്? അതായത് ലൗഡ് സ്പീക്കറല്ല, നോർമൽ കോൾ. ഇപ്പം എന്താ നീ സംസാരിക്കുന്നത്, എങ്ങനെയാണ് നീ സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നത്, എന്താടി നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയുക, സ്വാമി ഞാൻ വന്നത് കണ്ടില്ല. സ്വാമിയുടെ ഒത്തിരി കസ്റ്റമർ സ്വാമിക്ക് വരുന്നതുകൊണ്ട് സ്വാമിക്ക് മനസ്സിലായില്ല. ഞാൻ രാവിലെ വന്നേ, ശ്രുതി ഓർമ്മയുണ്ടോ, ചന്ദ്രവതി ശ്രുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ വന്നേന്ന്, എങ്ങനെ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഒന്ന് പറഞ്ഞു കൊടുക്കണം, കാരണം എൻ്റെ ഹസ്ബൻഡ് വിശ്വസിക്കുന്നില്ല, എന്നെ വിശ്വസിക്കുന്നില്ല. പക്ഷേ കാര്യം പറഞ്ഞ് വേറെ ഒന്നല്ല, ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഹസ്ബൻഡിനെ അറിയിക്കാതെയാണ് വന്നത്. അത് കാരണം ഞങ്ങളുടെ ബിസിനസ് ഇച്ചിരി ഡൗൺ ആയി പൊക്കോണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ഉന്നമനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ അവിടെ കടന്നു വരികയും ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് സ്വാമി ഒന്ന് സംസാരിക്കാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, എന്നിട്ട് നീ ഫോൺ കൊടുക്കാണ്ടിരിക്കുമ്പോഴത്തേക്ക് സുധി പറയും, വേണ്ട. അപ്പം അത് പെട്ടെന്ന് ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ഭാര്യയെ അവിശ്വസിക്കുന്ന പോലെ ആകുമല്ലോ. അപ്പം നമ്മുടെ സുധി പറയും, വേണ്ട ഫോണൊന്നും വേണ്ട, കട്ടാക്കിക്കോ എന്ന് പറയാം. ഉടനെ ഇല്ല സുധി പറയും, ഇല്ല സംസാരിക്കുക, അപ്പം വിശ്വാസമാക്കും ഞാൻ എവിടെ പോയത്, എന്തിനാ പോയതെന്നൊക്കെ സുധിക്ക് മനസ്സിലാകുമെന്ന് പറയും. ഉടനെ ശരി, ഇനിയിപ്പം ആ കോള് കട്ടാക്കാൻ പറയാം. അപ്പോൾ കോള് കട്ടാക്കുക, ശരി സ്വാമി, ഞാൻ പിന്നെ സംസാരിക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞ് ശ്രുതി കോള് കട്ടാക്കുവാണ്. ഉടനെ ശ്രുതി പറയുവാണ്, ശ്രുതി ഇനി മേല എവിടെ പോയെന്ന് ഞാനും അല്ലെങ്കിൽ എന്ത് സർപ്രൈസ് തരുവാണ് എന്നോട് പറഞ്ഞിട്ട് സർപ്രൈസ് തരണമെന്ന് പറയാം. ഉടനെ ശ്രുതി കളിയാക്കി ചോദിക്കുകയാണ്, ആരെങ്കിലും ഈ സർപ്രൈസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? അഡ്വാൻസ് ആയിട്ട് പറയുന്നത് എങ്ങനെ സർപ്രൈസാണ്? അത് സർപ്രൈസ് അല്ല. ഇതിപ്പം ഞാൻ പറയുന്നത് എൻ്റെ കെട്ടിയവനൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു, ഞാനത് ചെയ്തു. അപ്പോൾ കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. കാരണം തൻ്റെ സ്വന്തം മകനെയും, അതായത് നേരത്തെ ഉണ്ടായ ബന്ധത്തിലുണ്ടായ മകനെയും അമ്മയും കാണാൻ പോയത് അത് മറച്ചു വെച്ചിട്ട് ഇവനെ, അതായത് ശ്രുതി എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമല്ലോ, അവർ പൊട്ടനായിപ്പോയി. ആ ഒരു രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഈ ശ്രുതി എന്ന് പറഞ്ഞ ആൾ വലിയൊരു നുണയാണ് മറച്ചു വെച്ച് ജീവിക്കുന്നത്. അത് കൂടുതലായിട്ട് മറച്ച് വെച്ച് അതിന് മേലെ, അത് കള്ളത്തരങ്ങൾക്ക് മേലെ കള്ളത്തരമായിട്ട് ചെയ്ത് ഈ സുധീനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. സുധീനെ മാത്രമല്ല ചന്ദ്രവതിനെ എല്ലാവരും വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇനിയിപ്പം ശ്രുതിക്ക് വിശ്വാസമായല്ലോ, ഇനിയെങ്കിലും എന്നെ ഒന്ന് അവിശ്വസിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയും, ശരി, ഇനിയിപ്പം എന്താണെങ്കിലും എന്നോട് പറഞ്ഞിട്ട് പോകണം, അത് എനിക്ക് ടെൻഷൻ ആകുന്നുണ്ട്. ഞാൻ ശ്രുതിയുടെ അത്ര സത്യസന്ധമായിട്ട് നിൽക്കുന്നത്, ശ്രുതിയും തിരിച്ചങ്ങനെ നിൽക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് പിന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലുവയൊക്കെ പറഞ്ഞ് ശരി ഇനി നമ്മൾ നല്ല രീതിയിൽ പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞ് വെക്കുന്ന ഒരു സീനാണ് നമ്മൾ ചന്ദ്രവതി കാണുന്നത്. അങ്ങനെ കള്ളങ്ങളെല്ലാം വിശ്വസിച്ച് പിന്നെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ച് രുദ്രാക്ഷമാല മേടിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി പോവുകയാണ്. പൂജിച്ച്, അതായത്
പൂജിച്ചിട്ട് നമുക്ക് ഇടാമെന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് പോകാം. ഉടനെ പിന്നെ അടുത്ത് കാണിക്കുന്നത് ശ്രുതി മാറി നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത്, അയ്യോ കള്ളത്തരം മേലെ കള്ളത്തരമാണല്ലോ ഈ കാണിക്കുന്നത് എന്നുള്ള സ്വയം ചിന്തിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം പോകും, പിന്നെ കേസ് വരെ ഉണ്ടാകാൻ, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചി അടുത്ത ഓട്ടത്തിന് വേണ്ടി വണ്ടി എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രാഫിക്ക് വെച്ച് പോലീസ് കൈ കാണിക്കുക, എവിടെ പോകണം ചോദിക്കുക, വണ്ടി നിർത്തിപ്പിക്കുക, വണ്ടി നിർത്തിച്ചിട്ട് എവിടെ പോകണം ചോദിക്കുക, സാർ എനിക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ട് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, നീ പേപ്പറും കാണിച്ചിട്ട് പോയാൽ മതി എന്നുള്ള രീതി പറയാം. അങ്ങനെ ശരി സാർ എപ്പം എന്ന് പറഞ്ഞ് വണ്ടി സൈഡാക്കിയിട്ട് പേപ്പർ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അതേ റോഡിൻ്റെ മറു സൈഡിൽ അടുത്ത ചെക്കിങ്ങിന് വേണ്ടി ആൾ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് വരുവാണ്. സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് അതിന് മുമ്പ് ഒരു ബൈക്ക് പോകുന്നുണ്ട്. ആ ബൈക്കിൽ ഹെൽമെറ്റ് ഉള്ളൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ശരത്ത് ഹെൽമെറ്റ് വെക്കാതെ വരുവാണ്. അപ്പോൾ തന്നെ നിർത്തറാന്ന് പറയുമ്പോൾ നിർത്തി പെട്ടെന്ന് തന്നെ, നീ എന്താ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നു പറഞ്ഞു. സാറേ ഞാൻ അത്യാവശ്യമായിട്ട് കോളേജിൽ പോകും, അതുകൊണ്ടാണ് അത് ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയി. നിനക്ക് പറഞ്ഞാൽ ബുദ്ധിയും വിവരമൊന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക്, സാറേ ആർക്കാ സാറേ ബുദ്ധി ഇല്ലാത്തതെന്ന് തിരിച്ചൊരു തർക്കുത്തരം പോലെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ശരത്ത്. നീ എന്താ 2 ബാഗിട്ട്, ഈ ശരത്തിനെ കാണുമ്പോഴത്തേന് 2 ബാഗിട്ട് ഇതായിട്ട് വന്നു. ശരത്ത് 2 ബാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് 2 ബാഗ് എന്ന് പറയുമ്പോഴത്തേക്ക്, എടോ ചെക്ക് ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ SI വന്നിട്ട് പറയും, എടോ ചെക്ക് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് കോൺസ്റ്റബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ബാഗിൻ്റെ അകത്ത് ഫുള്ള് മദ്യം. അപ്പം ഇതെന്താ മദ്യം, നീ മദ്യം കോളേജിൽ പോകുന്ന മദ്യമായിട്ടാണ് പോകുന്നത്, അവിടെ വിൽപ്പന വല്ലതും ഉണ്ടോ എന്നുള്ള രീതിയൊക്കെ ചോദിക്കുന്നുണ്ട്. സാർ ഇന്നൊരു പാർട്ടി ഉണ്ട്, ഇന്ന് പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, ആ പാർട്ടി ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ല എന്ന് പറയുമ്പോൾ കാണിച്ച് ഓപ്പൺ ചെയ്യുന്നുള്ള രീതി പറയുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫുൾ ബോട്ട് ബ്രാൻഡി കിട്ടും. അത് കഴിഞ്ഞുണ്ടെ സാറേ കോൺസ്റ്റബിൾ, സാറേ ഫുൾ ബോട്ട് ബ്രാൻഡി മാത്രമല്ല, അല്ലാണ്ട് 3 ബീറും കൂടെ ഉണ്ടെന്ന്. ഇത്രയും മദ്യമായിട്ട് എവിടെ പോവാണ് നീ, ഇത്ര മദ്യമായിട്ട് പോയി കഴിഞ്ഞാൽ വല്ല ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. സാറേ ഞാൻ കുടിക്കാറില്ല എന്നുള്ള രീതി പറയുക. കുടിക്കാറില്ലേ? അല്ല കുടിക്കാറുണ്ട്, അങ്ങനെയല്ല 2-3 മാസത്തിൽ 2-3 വട്ടമേ ഉള്ളൂ. ഇന്നിപ്പം പാർട്ടി കഴിയുമ്പോഴത്തേക്ക് എന്നെ സേഫായിട്ട് വേറെ വണ്ടിയിൽ, അത് ഞങ്ങൾ ടാക്സി വിളിച്ച് വരുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് നമ്മുടെ. ആ സമയത്ത് പെട്ടെന്ന് സച്ചി ഇവനെ കാണുവാണ്, നമ്മുടെ ശരത്തിനെ കാണുക, ചെക്കിങ്ങിൽ ഏർപ്പെട്ടായിട്ടുള്ള ശരത്തിനെ കാണുകയാണ്. പെട്ടെന്ന് സച്ചി ഓടി വന്നിട്ട്, എന്താ സാർ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഇവൻ കോളേജിൽ പോകുന്നത് ഇവൻ്റെ അടുത്ത് കണ്ടോ, മദ്യം കണ്ടോ, ഇവൻ ഈ കോളേജിലാണ് പോകുന്നത്, വേറെ വല്ലയിടത്താണ് പോകുന്നത്. നമുക്ക് കാരണം ഇപ്പോൾ ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കാരണം കഞ്ചാവും MDMA എല്ലാം ഉപയോഗിക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ പേരിലൊന്ന് ചെക്കിങ് നടത്താം. അപ്പോൾ എന്താണ്ട് അതിന് വലിയ സാധനമായിട്ടാണ് കോളേജിൽ പോകുന്നത്. കോളേജ് ഓരത്തിന് പുസ്തകവും ബുക്കുമായിട്ട് പോകുമ്പോഴത്തേക്ക് ഇവൻ പോകുന്നത് കണ്ടോ, മദ്യവും മയക്കുമരുന്നുമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇവനൊക്കെ പഠിക്കാൻ തന്നെയാണ് പോകുന്നതെന്ന് ചോദിക്കും. ഉടനെ പറയാം, സാർ ഞാൻ അങ്ങനെ കുടിക്കാറില്ല, ഞാൻ പറഞ്ഞില്ലേ മാസത്തിൽ 1-2 വട്ടം കുടിക്കാറുള്ളൂ, 3-4 വട്ടം കുടിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക്, അതിൽ കൂടുതലൊന്നും കുടിക്കാറെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ നീ എന്താ കാണിക്കുന്നതെന്ന് ശരത്തിനോട് ചോദിക്കുമ്പോഴത്തേക്ക് ശരത്തൊന്നും മിണ്ടുന്നില്ല. സച്ച് ചോദിക്കുക, ശരത്തിനോട് ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല. ശരത്തിനോട് ചോദിക്കുമ്പോഴത്തേക്ക് ശരത്ത് പറയുക, ശരത്ത് പോലീസുകാരോട് പറയാം, സാറേ മറ്റുള്ളവരെ പോലെ ഡെയിലി കുടിച്ച് വഴക്കുണ്ടാക്കുന്ന, അങ്ങനെ അലമ്പുണ്ടാക്കുന്ന ഒരു ശീലമൊന്നും എനിക്കില്ല. മാസത്തിൽ എല്ലാവരും കാരണം ഈ മദ്യം ആസ്വദിക്കണം, അല്ല മദ്യം അങ്ങനെ സേവിക്കുന്നതല്ല അതിന് ഒരു ഉത്തമമായ രീതിയിൽ. അപ്പോൾ അങ്ങനെ മാത്രമേ ഞാൻ സേവിക്കാറുള്ളൂ, അല്ലാതെ മറ്റുള്ളവരെ പോലെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു രീതിയൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയുക. ഉടനെ നീ എന്തിനാ ഈ തർക്കത്തിന് പറയുക, നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുക. അപ്പം സച്ചി പറയുക, എപ്പോഴും ഉപയോഗിക്കുന്ന പറഞ്ഞാൽ പോലും അത് അല്ല 3-4 വട്ടമൊക്കെ ഉപയോഗിക്കുമ്പം ആണെങ്കിൽ പോലും പിന്നീട് അത് സ്ഥിരമായിക്കോളൂ എന്ന് പറയുക. അങ്ങനെ സ്ഥിരമായി കഴിഞ്ഞ് എവിടെയെല്ലാം അടിച്ച് കോൺതെറ്റി കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ആരും സഹായിക്കാനൊന്നും കാണത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ പോലീസുകാരൻ ചോദിക്കുക, നിനക്ക് ഈ ആളെ അറിയാമെന്ന് ചോദിച്ചു. ഉടനെ എനിക്കറിയാം, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ഇപ്പം അറിയത്തില്ല സാറേ എന്ന് പറയും. ഉടനെ ശരത്ത് പറയുക, ഞാനങ്ങനെ കുടിക്കാറൊന്നുമില്ല, എല്ലാവരും അപ്പോൾ അലമ്പുണ്ടാക്കിക്കൊന്നും കിടക്കാറൊന്നുമില്ല, അങ്ങനെ 3-4 വട്ടം കുടിക്കുന്നുണ്ട്. നീ എന്തേ? ഉടനെ പോലീസുകാരൻ ചോദിക്കുക, നീ എന്ത് ഇങ്ങനെ പറയുന്നത്, കാരണം എല്ലാവരും എപ്പോൾ കുടിച്ചെന്ന് ഞാൻ കുടിക്കുന്നു തന്നെയാണ്, കുടിക്കാണ്ടിരിക്കുകയാണ് അത്രയും നല്ലതല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുക. നമ്മുടെ സച്ചി പറയുവാണ്, സാറേ ഒരു തുള്ളി പോലും മദ്യം കുടിക്കാത്ത വ്യക്തി കവികളുണ്ടല്ലോ, ആ കവികൾ മദ്യത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ, ഞാനിപ്പം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് ഇപ്പം പറയുന്നുണ്ടല്ലോ. കാരണം ഞാൻ അലമ്പുണ്ടാക്കും കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലല്ലാതെ ഒരു തുള്ളി മദ്യം പോലും കുടിക്കാതെ ഇത് ചെയ്യുന്നതായിട്ടുള്ള, അല്ലാതെ ഇത് മദ്യത്തിൻ്റെ ഭവിഷ്യത്തെക്കുറിച്ച് എഴുതുന്നതായിട്ടുള്ള ഒരുപാട് കവികളുണ്ട്. അപ്പം കൂടുതലായിട്ട് അത് പഠിക്കാൻ പോകണം, ആ ഒരു രീതിയിൽ നിൽക്കേണ്ട, അല്ലാതെ രാവിലെ ഒരു ബാഗിൻ്റെ അകത്ത് മദ്യം, ഒരു ബാഗിൻ്റെ പുസ്തകമായിട്ട് പോയിക്കുക, ആ പുസ്തകത്തിന് പോലും വില കൊടുക്കാത്ത രീതിയിലൊക്കെയാണ് ഇവൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഉടനെ
ശരത്ത് പറയുക, സാർ ഞാൻ കോളേജിൽ തന്നെ പോകുന്നത്, മറ്റുള്ളവരെ പോലെ കുടിച്ച് ഞാനങ്ങനെ കുടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തന്നെ അതുപോലെ കാർ ഓടിച്ച് നടക്കേണ്ടി വരും. ഇപ്പോൾ കുടിക്കുന്നില്ല, ഞാൻ എവിടെയെങ്കിലും പോയി കുടിച്ച് കഴിഞ്ഞാൽ കുടിച്ചിട്ട് അവിടെ മിണ്ടാതെ കിടക്കുന്നു, കുടിച്ചിട്ട് പിന്നെ സേഫായിട്ട് തിരിച്ച് വീട്ടിൽ വരും എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുക, സാറേ ഞങ്ങൾ കുടിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ കസ്റ്റമറെ കുടിച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ കൊണ്ടാക്കാൻ വേണ്ടി ആണ് ഞങ്ങൾ ആ വണ്ടി ഉപയോഗിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ കുടിച്ചിട്ട് ആ വണ്ടി കിടക്കത്തൊന്നുമില്ല. ചിലവരൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് കുടിച്ച് അവിടെ ഓഫായി കിടക്കേണ്ടി വരും, വീട്ടിൽ പോലും കയറാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ് ചിലവരുടെ എന്ന് പറയുന്നത്. ഉടനെ ശരത്ത് പറയാം, സാർ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ ഈ മദ്യം കൊണ്ടുപോകാനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം കഴിഞ്ഞാൽ അളവിൽ കൂടുതലുള്ള മദ്യമൊന്നുമല്ല, അതിനുള്ള അത്ര ഉള്ള ശതമാനമുള്ള മദ്യം ഉള്ളത്, അതായത് 3 ബോട്ടിൽ ബിയറും 1 ബോട്ടിൽ ബ്രാൻഡിയാണ്. അപ്പോൾ ഇതിലും കൂടുതൽ കൊണ്ടുവരല്ല അതിൻ്റെ അകത്തുള്ള നിങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല. സാർ ഞാൻ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ കേസെടുത്തു, ഹെൽമെറ്റ് വെച്ചില്ല കേസെടുത്തിട്ട് നിങ്ങൾ എന്താ വേണമെങ്കിലും കാണിച്ചു. പക്ഷേ ഇതിപ്പോൾ ഹെൽമെറ്റ് വെക്കാത്തതിന് എന്തെങ്കിലും കാണിച്ചോ, നിങ്ങൾ അതിനെ പറ്റി അടിച്ച് തരുവാണെങ്കിൽ ഞാൻ എൻ്റെ വഴി പോകാമെന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് നീയൊക്കെ എന്താണ് അഹങ്കാര വർത്തനം പറയുന്നത്, നീ മര്യാദയ്ക്ക് ഈ മദ്യം കൊണ്ടുപോയിട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒഴിച്ച് കളഞ്ഞിട്ട് പോകുന്നത് നിനക്ക് നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക്, സാറേ കാശ് കൊടുത്ത് മേടിച്ചല്ല സാറേ, ശരത്ത് പറയാം, കാശ് കൊടുത്ത് മേടിച്ചല്ല, ആ കാശ് കൊടുത്ത് മേടിച്ചത് നമുക്ക് അങ്ങനെ ഒഴിച്ച് കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അല്ലടാ ഒഴിച്ച് കളയണ്ട, നീ നിൻ്റെ അണ്ണാക്കിലേക്ക് ഒഴുക്കി, നീ ഒഴിച്ച് കുടിച്ചിട്ട് പോടാന്ന് പറയുമ്പോഴത്തേക്ക്, അത് എന്തെങ്കിലും വേണം ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്ക്, നിന്നെ ഞാൻ ഒരു ദിവസം പിടിക്കും, അന്ന് ഞാൻ കുടിച്ചിട്ട് നിന്നെ പിടിക്കുന്നതെന്ന് ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന് പറയും. ഉടനെ സച്ചി പറയാം, സാറേ ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, വിട്ടുകള സാറേ, അത് പോട്ടെ എന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ശരി. ഉടനെ ശരത്തിനോട് പറയും, ഇന്ന് ഞാൻ നിന്നെ വിട്ടിരിക്കുന്നു, നിന്നെ ഞാനൊരു ദിവസം പിടിക്കും, അന്ന് പിടിക്കുന്നെന്ന് ആര് പറഞ്ഞാലും നിന്നെ ഇറക്കി വിടത്തില്ല എന്നുള്ള ഇത് പറഞ്ഞ് അവർ രണ്ടെണ്ണം പറയുന്നുണ്ട്. ഉടനെ പെട്ടെന്ന് തന്നെ ശരത്ത് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ശരത്ത് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ സച്ചിൻ നിന്ന് സ്വയം ഓർക്കണേ, ഇവനൊക്കെ നശിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുന്നത്, ഞാൻ എങ്ങനെ കുടിച്ച് നടന്ന, ഇപ്പം ഞാനൊരു കുടുംബമൊക്കെ ആയപ്പോഴത്തേക്ക് ജീവിക്കുന്നില്ല, ഞാൻ നേരത്തെ നന്നായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കി നല്ല രീതിയിൽ ആയിത്തീരണേ എന്നുള്ള സ്വയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞാൽ സച്ചിയുടെ ലൈഫിനെ കുറിച്ച് അറിയാം, നേരത്തെ ഒരു കുടിച്ച് അർബാധിച്ച് നടന്നൊരു ലൈഫാണ് സച്ചിയുടെ. അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്ത് സച്ചി മനസ്സിലാക്കുന്നുണ്ട്. തന്നെ അതായത് ശരത്തിൻ്റെ പെങ്ങളായ രേവതിയെ കല്യാണം കഴിച്ച ശേഷം അവളുടെ സ്നേഹവും ലാളനയും എല്ലാം പരിപാലനം എല്ലാം കെയറിങ് എല്ലാം കിട്ടിയപ്പോഴത്തേക്ക് സച്ചി ഓട്ടോമാറ്റിക്കായിട്ട് മാറി. അപ്പം സച്ചിക്ക് ഇപ്പം മറ്റുള്ളവർ ഗുണദോഷിക്കണം എന്ന് തോന്നുന്നുണ്ട്. കാരണം സച്ചി അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, അത് മദ്യം കൊള്ളത്തില്ല, മദ്യം ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ള രീതി മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ ഇവനൊക്കെ എവിടെ പോയി നിൽക്കുമോ, നമ്മൾ പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല എന്നുള്ള രീതി സ്വയം പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നിൽക്കുവാണ് റോട്ടിൽ തന്നെ. അങ്ങനെ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ഷോറൂമിലാണ്. അപ്പോൾ ഷോറൂമിൽ കസ്റ്റമർ ഇങ്ങനെ ഓരോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉടനെ പറഞ്ഞ് ഒരു കസ്റ്റമർ കണ്ടിട്ട് ശ്രുതി പറയുക, സാറേ എന്താ സാറിന് വേണ്ട ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ഇതിൻ്റെ മോഡലൊന്ന് കാണിക്കണം എന്ന് പറയുമ്പോൾ, സാർ ഇതെല്ലാം ഈ ആഴ്ച വന്ന മോഡലാണ്, ഈ ലേറ്റസ്റ്റ് മോഡലെല്ലാം ഇപ്പോൾ സാറിനെ കാണിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് മനോജ് സ്വന്തം സ്റ്റാഫിനെ വിളിക്കുക, മനോജ് എന്താ ഈ കസ്റ്റമറെ ഒന്ന് ഡീൽ ചെയ്ത് ഈ സാറിന് ഈ ആഴ്ച വന്നിട്ടുള്ള എല്ലാ പുതിയതായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ഒന്ന് കാണിച്ചു കൊടുക്കുക, സാറ് എടുത്തോളും, കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള സാറിന് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്ത് കൊടുക്കണം, സാമ്പത്തികം എല്ലാം അല്ലെങ്കിൽ ക്യാഷ് എല്ലാം റിഡക്ഷൻ ചെയ്ത് കൊടുക്കണം, നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ പറയുവാണ്. ഉടനെ അത് കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് ശ്രുതി തൊട്ടടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാളെ കാണും. അപ്പം ഒരാളിങ്ങനെ നിന്ന് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, സാറിന് എന്താ വേണ്ടത്, സാറിന് ഫ്രിഡ്ജാണ് വേണ്ടത്, വാഷിംഗ് മെഷീനാണ് വേണ്ടത്. ഉടനെ ഒരു വേറെന്തോ ഒരു നെഗറ്റീവ് ക്യാരക്ടറെ പോലെയാണ് പെരുമാറുന്നത്. പുള്ളി പെട്ടെന്ന് പറയുക, എനിക്ക് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നോക്കത്തില്ലേ എന്ന് പറയാം. അപ്പോൾ പിന്നെ സാറെന്തിനെ വന്നതെന്ന് ശ്രുതി ചോദിക്കുകയാണ്. ഞാൻ തൻ്റെ പേരാണോ ശ്രുതി എന്ന് ചോദിക്കും. എന്നാൽ അത് ഞാനാ ശ്രുതി, തന്നെ കാണാൻ വേണ്ടി തന്നെ വന്നത്, ഇത് പിടിക്കുന്നു പറയും. പിടിച്ച് ഒരു പേപ്പർ എടുത്ത് കൊടുക്കും. അപ്പം ഇത് തനിക്ക് തരാനുള്ള ലെറ്റർ ആയത്, താൻ വായിക്കാൻ പറയാം. ശരി എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അതെ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല, ഇതിൻ്റെ അകത്ത് അഡ്രസ്സ് ഫ്രമും ടു ഒന്നില്ലെന്ന് പറയാം, ഇതേ ഫ്രം ഞാൻ ടു താൻ, അതുകൊണ്ട് നേരിട്ട് തരുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് എഴുതാനുള്ള ഇതൊന്നുമില്ല, ഇത് തനിക്ക് വായിക്കാൻ പറ്റുന്ന വായിക്ക്, എന്നിട്ട് എനിക്ക് പോകണമെന്ന് പറയാം. ഉടനെ പറയാം. അങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് താൻ ശ്രുതി ചോദിക്കുക, താൻ എന്താ അഹങ്കാര വർത്തമാനം പറഞ്ഞേ, ഒരു മര്യാദ ഇല്ലാതാണല്ലോ സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ചൂടാന്ന് കാണുമ്പോഴത്തേക്ക് ശ്രുതിയുടെ സ്റ്റാഫ് പെട്ടെന്ന് വന്ന് ചോദിക്കുവാണ്, എന്താ സാർ ഇവിടെ സംഭവം, എന്താ സംഭവിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക്
സുധി പെട്ടെന്ന് തിരിച്ചിട്ട് തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? താൻ എന്തിനാ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഗാനമേള നടക്കുന്നുണ്ടോ? താൻ എന്തിനാ ഇങ്ങോട്ട് നോക്കുന്നത്? തനിക്ക് അവിടെ ജോലി ഉണ്ടല്ലോ, അവിടെ പോയി നിന്നാൽ പോരെ, എന്തിനാ ഇങ്ങോട്ട് വന്നെന്നുള്ള രീതി ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, സാർ അത് ഇവിടുത്തെ ഒരു വഴക്ക് കേട്ടിട്ട്, ഇവിടെ വഴക്ക് പലതും കേൾക്കും. ഉടനെ സാർ ഇപ്പോൾ കസ്റ്റമർ ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കസ്റ്റമർ ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് വിളിക്കണോ? തനിക്ക് അതിനല്ലേ ഇൻസെൻറ്റീവ് ഒക്കെ തരുന്നത്, താൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? പോയി കസ്റ്റമർ നോക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയം തന്നെ ഈ ലെറ്റർ കൊടുത്തവൻ പെട്ടെന്ന് ഓടിപ്പോവാണ്. അതിങ്ങനെ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കുകയാണ്, എന്താ സംഭവിക്കുന്നത്, ആരായത്, എന്താണ് അത്, ലെറ്ററൊന്നും വായിക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ വന്ന ആളുടെ മനോഭാവം ശരിയല്ലോ, അതായത് വന്ന് ഗൗരവത്തോടുള്ള സംസാരം, അത് തട്ടിക്കയറുന്ന സംസാരം, ഒരു മര്യാദയുള്ളൊരു സംസാരം എല്ലാം സംസാരിക്കുന്ന ആ ഒരു സംസാരം ആരാ എന്താ എന്നറിയാത്ത രീതിയിലുള്ള ഒരു നോട്ടവും നോക്കിയ കൺഫ്യൂഷൻ അടിപ്പിച്ച് നിൽക്കുന്ന സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. അതിനാൽ വ്യൂവേഴ്സ്, നിങ്ങൾ ഇന്ന് ഇത് ഇത്ര നേരം കേട്ടത് ഇന്നത്തെ വിശേഷമാണ്. ഇനി നാളത്തെ വിശേഷമായിട്ട് വരുന്നതാണ്, ഉടനെ വരും, നാളെ രാവിലെ തന്നെ വരുന്നതാണ്. അതിനാൽ ഈ ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓരോരുത്തരെ സബ്സ്ക്രൈബ് ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഹൈപ്പും കൂടെ പ്രസ് ചെയ്ത് എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണം. അതിനാൽ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് വീഡിയോ ആയിട്ട് ഞാൻ കടന്നു വരുന്നതാണ്. അതിനാൽ ഇന്ന് നിങ്ങളുടെ അടുത്ത് വിട പറയുന്നു. സൈനിങ് ഓഫ്.